ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സേതുവിനെ ഇത്രയും കാലം ആട്ടി അകറ്റി നിർത്തിയതാണ് ഋതുവും എല്ലാവരും കൂടെ ചേർന്ന്. പക്ഷേ ഇവിടെ നമ്മുടെ സേതുവിന് വിലയുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ. ഇനി സേതു അറിയാതെ ഒരു കരിയില പോലും പൊന്നുമടത്തിൽ അനങ്ങരുതെന്നാണ് അച്ഛൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പ്രതാപൻ ഇരുന്ന് അങ്ങ് വിയർക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഋതുവും നടുങ്ങി. പക്ഷെ പൂർണ്ണിമയ്ക്കൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അച്ചുവിനും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതൊന്നും സ്വാതിക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതുമാതിരി മറ്റടുത്ത വിൽപത്രമായി പോയി എന്ന് പ്രതാപം പറയുമ്പോൾ തീർന്നില്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി മാധവ മേനോൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ താല്പര്യമായിട്ട് വേണം നിങ്ങൾ കാണാനെന്ന് പറയണം. പിന്നെ നിബന്ധന 1, സേതു പൊന്നുമ്മടം വീട്ടിലെ ഗൃഹനാഥനായി ഈ വീട്ടിൽ തന്നെ താമസിക്കണം എന്നുള്ളത്. സേതുവിനാണെങ്കിൽ ചൊറിഞ്ഞു വരുന്നുണ്ട്, അതുപോലെ തന്നെ ഋതുവിനും. സേതുവിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. വരുന്ന 1 വർഷത്തിനകം വിവാഹം കഴിച്ച് ഇവിടെ തന്നെ തുടരുകയും വേണമെന്നുള്ള കാര്യവും പറയണം. സേതു നിന്ന് ഒരുങ്ങുമല്ലേ. അങ്ങനത്തെ നിബന്ധന 2ാമത്തേത് പറയണം. ഹരിക്ക് സന്തോഷം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. ഈ വിൽപത്രം വായിക്കുന്നത് മുതൽ 1 വർഷക്കാലം സേതു മാധവൻ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയണം. അപ്പോൾ പ്രതാപൻ ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഋതുവും ഭയങ്കര ദേഷ്യത്തിലാണ്. പിന്നെ ഒരു കാര്യം കൂടി വിൽപത്രത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം അത് വായിക്കുമ്പോഴത്തേക്കും പ്രതാപൻ എഴുന്നേറ്റ് പോകാൻ നോക്കുക കേട്ടോ. അതും കൂടെ ഒന്ന് വായിച്ച് തുലയ്ക്കാവോ എന്നും ചോദിച്ച. അപ്പോൾ വേറൊന്നുമല്ല, അനിയത്തിമാരുടെ വിവാഹം ഒരു വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് സേതു തന്നെ നടത്തി കൊടുക്കണം എന്നുള്ളത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ തൃപ്തിയായി പ്രതാപന്. ആ കറിവേപ്പില പോലെ എടുത്തങ്ങ് തിനി പറമ്പിലേക്ക് ഇടേണ്ട ആവശ്യമേ പ്രതാപനെ. ഒന്നിനും കൊള്ളാത്തവനാക്കി കളഞ്ഞു നമ്മുടെ പ്രതാപനെ. അപ്പോൾ ഇവനോ കല്യാണം നടത്താനോ എന്ന് പ്രതാപം പറഞ്ഞപ്പം നിങ്ങൾക്ക് ദേഷ്യം വരണ്ട. മാധവ മേനോൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണെന്ന് വക്കീൽ അന്നേരം പറഞ്ഞു. അത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളും ആ വക്കീൽ തന്നെ പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പൂർണ്ണിമ ഇതെല്ലാം കേട്ടിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. പ്രതാപനാണ് ചൊറിച്ചിൽ മുഴുവനും. കാരണം ഇതൊന്നും അടിച്ചു മാറ്റാൻ പറ്റാത്തതിൻ്റെതായ ഒരു വിഷമം. അതാണ് കാര്യങ്ങൾ. ഇതെല്ലാം വായിച്ച് അദ്ദേഹം ഈ വിൽപത്രത്തിലൂടെ ആഗ്രഹിക്കുന്നത് മക്കൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവുക എന്നുള്ളതാണെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകണമെന്നും വക്കീൽ അവിടെ നിന്ന് പറയുന്നു. ഇതൊന്നും കേട്ട് നിൽക്കാൻ നമ്മുടെ സേതുവിന് താല്പര്യമില്ല. സേതു എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് ഒരു നോട്ടോ അങ്ങനെ അങ്ങ് നോക്കി. അതിനുശേഷം എല്ലാവരും കൂടെ അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ പ്രതാപൻ ഉടക്കിൻ്റെ ആ ഒരു വക്കീലാണ്. അപ്പോൾ കുറുപ്പമാവൻ, പ്രതാപ, എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല, ഞാനും നിങ്ങളെപ്പോലെ തന്നെ വക്കീൽ പറയുമ്പോഴേ ഈ വിൽപത്രത്തെ പറ്റി അറിയുന്നത് തന്നെ എന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ എങ്ങനെ തോന്നി ആ മകൻ്റെ പേരിൽ അവകാശങ്ങൾ എഴുതി വെക്കാൻ വല്ലാത്ത പണിയായിപ്പോയി അച്ഛൻ കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു പറയാം. അപ്പോൾ വെറുതെ അച്ഛനെ കുറ്റം പറയണ്ടെന്നും വക്കീൽ പറഞ്ഞതുപോലെ ഒന്നും കാണാതെ അദ്ദേഹം അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കില്ല എന്നും പൂർണിമ പറയുക. അപ്പോൾ അളിയൻ കണ്ടതേ അളിയൻ്റെ മകനെ മാത്രമാണ്, ചേച്ചിയുടെ മക്കളുടെ മുഖം അളിയൻ കണ്ടതേ ഇല്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഈ വിൽപത്രം വായിച്ച് കേട്ടിട്ട് സങ്കടമൊന്നും തോന്നുന്നില്ലേ എന്ന് ഋതു പൂർണിമയോട് ചോദിച്ചപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയാം. ഈ വിൽപത്രത്തിൻ്റെ കാര്യം നിങ്ങളുടെ അച്ഛൻ എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് എന്ന് പൂർണിമ പറയാം. എന്നോടൊരു വാക്കെങ്കിലും പറയാമായിരുന്നു എന്നുള്ളൊരു സങ്കടം. അദ്ദേഹം എന്നെ എവിടെയും ഒരു 2ാം സ്ഥാനക്കാരിയാക്കി മാറ്റിയെന്ന് പൂർണിമ പറഞ്ഞപ്പം അമ്മയെ മാത്രമല്ല ഞങ്ങളെയും അങ്ങനെ തന്നെ ആക്കിയതെന്ന് പറയുന്നു നമ്മുടെ ഋതു. അളിയൻ അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിബന്ധനകളാണ് ഏറ്റവും വലിയ തമാശയെന്ന് പറയുന്നത്. അനീതിമാരെ കല്യാണം കഴിപ്പിച്ച് അയക്കണം പോലും. അവനെ കല്യാണം മുടക്കാനേ നോക്കൂ. അവൻ ആഗ്രഹിക്കുന്നത് ചേച്ചിയുടെയും മക്കളുടെയും നാശമാണെന്ന് പ്രതാപം പറയുമ്പോൾ, പ്രതാപ, ദേഷ്യമുണ്ടെന്ന് കരുതി സേതുവിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് കുറുപ്പമാവും പറഞ്ഞു. സേതു മനസ്സിൽ നന്മയുള്ളവൻ തന്നെയാണ്. അവന് വിൽപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തിമാരുടെ കല്യാണം നടത്തിയിരിക്കും, 100% ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ അയാളൊന്നും നടത്തണ്ട, കല്യാണം കാതുകുത്തൊക്കെ ഞങ്ങൾ നടത്തിക്കോളാമെന്ന് ഋതു. അയാൾ ഇനി ഒന്നിനും ഇങ്ങോട്ട് വരാതിരുന്നാൽ അത് അത്രയും സന്തോഷമാണെന്നും ഋതു അവിടെ നിന്ന് പറയുക കേട്ടോ. അപ്പോൾ അവൻ വരും മോളെ, നിങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും, ഇനിയുള്ള പൂരം അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു പ്രതാപൻ ഇങ്ങനെ പറഞ്ഞ് എരിവ് കയറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂർണ്ണിമ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സേതു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മിത്രേട്ടൻ സംസാരിക്കാം. നിന്റെ അച്ഛന് നീയെന്ന് പറഞ്ഞ ജീവനായിരുന്നു,
അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു വീതം നിൻ്റെ പേരിൽ എഴുതി വെച്ചത്. നീ വഴക്കിനൊന്നും നിൽക്കാതെ നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിൻ്റെ പേരിൽ എഴുതി വെച്ചേനെ. ബാക്കിയുള്ള മക്കൾക്ക് ഒരു മുട്ടുസൂചി പോലും കൊടുക്കില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിത്രേട്ടൻ പറയാം കേട്ടോ. അപ്പോൾ സാരമില്ല മിത്രേട്ട, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 45% എന്ന് പറയുമ്പോൾ തന്നെ ഇന്നത്തെ വിലയ്ക്ക് കോടികൾ വരുമെന്ന് ഹരിയേട്ടൻ പറയാം. തൽക്കാലം ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ പോരെയെന്ന് ചോദിച്ചു. പിന്നെ മതി എടാ കോടീശ്വര, നീയൊന്നിങ്ങ് നിന്നെ മിത്രേട്ടനൊന്ന് കൺകുളിർക്ക് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കോടികൾ വന്നപ്പോൾ ഇവൻ്റെ മുഖത്തൊരു ചൈതന്യവും പ്രസരിപ്പൊക്കെ വന്നത് കണ്ടതെന്നും പറഞ്ഞ് അവരെങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാളും മിണ്ടി പോകരുത്, എനിക്ക് അങ്ങേരുടെ സ്വത്തൊന്നും വേണ്ട, പലിശക്കെടുത്ത് കാര്യങ്ങൾ നടത്തിയാൽ ഒരു അന്തസ്സുണ്ട്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനുഭവിക്കുകയെന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇടഞ്ഞു നിൽക്കുമ്പോൾ, എൻ്റെ സേതു നീ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ, നിനക്കിപ്പോൾ കിട്ടിയത് ഒരു മകൻ്റെ അവകാശമായി കണ്ടാൽ മതി നീ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്താണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ പറയുമ്പം അങ്ങനെ കാണണമെങ്കിൽ അച്ഛനെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വേണ്ടേ, ഇനി അതിട്ട് അങ്ങോട്ട് ഉണ്ടാകാനും പോകണില്ല എന്നൊക്കെ പറയുമ്പോൾ, ചിന്ത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ പൊന്നുമടത്തിൽ മാധവമേനോൻ്റെ മോൻ തന്നെയല്ലേ, അതിൽ നിനക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് മിത്രേട്ടൻ ചോദിച്ചു. എന്താടാ ഉണ്ടോ? ആ നിലയ്ക്ക് അദ്ദേഹം സന്തോഷത്തോടെ തരുന്നത് ഇരു കൈയും നീട്ടി സന്തോഷത്തോടെ അങ്ങ് അനുഭവിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞാലേ പിന്നെ നീ അനുഭവിക്കേണ്ടി വരും മോനെ, എന്ത് വേണമെന്ന് നീ തന്നെ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ചിന്തിക്കാനൊന്നുമില്ല, എനിക്ക് അയാളുടെ ചില്ലി കാശ് പോലും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സേതു അകത്ത് കയറിപ്പോയി. ഇവനിനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് നിൽക്കുക ഇവർ. മാധവൻ മുതലാളിയുടെ സ്വത്ത് മഹാലക്ഷ്മിയുടെ രൂപത്തിലൊന്ന് പോകാൻ പുറങ്കാലോട് തട്ടി തെറിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാലും മകനോട് ഇത്രത്തോളം സ്നേഹമുള്ളൊരു അച്ഛനെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഹരി ചിരിച്ചു. നീ ചിരിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്, എത്ര പൊട്ടറായി പോയല്ലോ അവൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മിത്രേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊന്നുമടത്തിൽ പൂർണിമയും അതുപോലെ തന്നെ കുറുപ്പമാനും കൂടെ സംസാരിക്കുക. സേതുവിൻ്റെ പേരിൽ മാധവൻ അവകാശങ്ങൾ എഴുതി വെച്ചല്ലോ എന്നോർത്ത് പൂർണിമ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ അതൊന്നും ഒരിക്കലും നശിപ്പിച്ച് കളയില്ലെന്നുള്ള കാര്യം അദ്ദേഹം പറയുക. എനിക്ക് സേതുവിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പൂർണിമ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറുപ്പേട്ട, സേതുവിൻ്റെ പേരിൽ വിൽപത്രം തയ്യാറാക്കിയതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. ഒരു മകനെന്നുള്ള നിലയിൽ അച്ഛൻ്റെ സ്വത്തുക്കളിൽ അവന് 100% അവകാശം ഉള്ളത് തന്നെയാണ്. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്നത് മാധവേട്ടൻ ഈ വിൽപത്രത്തിൻ്റെ കാര്യം എന്നോട് പറയാതിരുന്നതിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ മാധവൻ ഇതെല്ലാം പൂർണിമയോട് പറയാനിരുന്നതായിരിക്കാം, അതിനിടയിലായിരിക്കാം മാധവന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കുറുപ്പേട്ട. എന്തൊക്കെയോ അദ്ദേഹം എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുക. അതിനുദാഹരണമാണ് സ്വത്തുക്കളുടെ 10% ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയും വരുത്താത്തത്. എന്നാലും അത് ആരുടെ പേരിലായിരിക്കും കുറുപ്പേട്ട എഴുതി വെച്ചിരിക്കുന്നത്? അത് പിന്നെ എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല പൂർണിമേ. മാധവൻ്റെ സന്തത സഹചാരിയായി നടന്നിട്ടും എനിക്കതറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുറുപ്പേട്ടൻ പൂർണിമയോട് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ ചിലതൊക്കെയോ പൂർണിമ പറഞ്ഞതുപോലെ എന്നിൽ നിന്നും മറിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം അത് ആരാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരും, അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അച്ചുവും ഋതുവും അതുപോലെ സ്വാതികയ്ക്ക് എന്തു പറയുന്നു? മാധവനോട് അവർക്ക് ദേഷ്യമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കുറുപ്പേട്ടൻ. അപ്പോൾ അവർക്ക് മാധവേട്ടനോടല്ല ദേഷ്യം കുറുപ്പേട്ട, സേതുവിനോട് അവർക്ക് തീരാത്ത ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ചുവിന് എന്തായാലും സേതുവിനോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ മാധവേട്ടൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടും നന്നായി എന്നാണ് പറയുന്നത് എന്നുള്ള കാര്യം അച്ചു പറഞ്ഞു. നാളെ ഋതുവും സ്വാതിയും ഇതേ അഭിപ്രായം തന്നെ പറയും. അതുമാത്രമല്ല അവർ സേതുവിനെ അവരുടെ വല്യേട്ടൻ്റെ സ്ഥാനത്ത് കാണുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമെന്നും കുറുപ്പേട്ടൻ നമ്മുടെ പൂർണിമയോട് പറയുന്നു. പൂർണിമ ആ ഒരു സത്യവും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക മനസ്സിലാക്കിക്കൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെയായി പിന്നെ മിത്രേട്ടനെയും ഹരിയായിട്ടോ കാണിക്കുന്നത്. അപ്പം അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ, അതായത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് മുതൽ സേതുവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കെട്ടിയതുപോലെ ആകും. 1 രൂപ പോലും അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആറ്റ് കളഞ്ഞാലും അളന്ന് കളയണം എന്നല്ലേ, എല്ലാത്തിനും കണക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് മിത്രേട്ടൻ ഹരിയോട് പറയാം. കണക്കൂട്ടൻ നീ മിടുക്കനായതുകൊണ്ട് സേതുവിൻ്റെ കണക്കപ്പിള്ളയായിട്ട് നീ കൂടെ തന്നെ കാണണമെന്നൊക്കെ മിത്രേട്ടൻ പറയുന്നു. ഞാനേ പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ നിനക്കൊരു കാൽക്കുലേറ്റർ മേടിച്ചുകൊണ്ട് വരാം, കാശ് കൂടുതൽ വെച്ചുള്ള കളിയാണ്, കൈകൊണ്ട് കൂട്ടിയല്ലേ ചിലപ്പോൾ തെറ്റും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. കാശ് എണ്ണുന്ന ഒരു മെഷീനും കൂടെ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരി 2 എണ്ണങ്ങളും കൂടെ പാവങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി അങ്ങോട്ടേക്ക് വന്നപ്പം സേതുവേട്ടനെല്ലാം കിട്ടിയോന്ന് ചോദിച്ചു. കിട്ടൂല, ആളെ ഇപ്പം വേറെ ലെവലാ എന്ന് പറഞ്ഞു. ഇപ്പോഴേ കോടീശ്വരൻ സേതുവാ, കോടീശ്വരൻ എന്ന് പറഞ്ഞു. മാധവൻ സാറേ സ്വത്തിൻ്റെ അവകാശം സേതുവേട്ടൻ്റെ പേരിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതെയോന്ന് ചോദിച്ചു. പല്ലവിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ.
മരിക്കുന്നതിന് മുമ്പ് സാർ വിൽപത്രം എഴുതി വെച്ചിരുന്നു. അതിൽ മക്കളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് സേതുവേട്ടനാണെന്നൊക്കെ പറഞ്ഞപ്പം ആൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ മാധവൻ സാറ് സ്നേഹമുള്ള ഒരു അച്ഛനാണെന്ന്? അവിടെ നിന്ന് മനസ്സിലാകാൻ അവൻ ഇപ്പോഴും അച്ഛനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മിത്രേട്ടൻ അന്നേരം പറഞ്ഞു. ആ മനുഷ്യൻ്റെ ഒരു ചെല്ലി കാശ് പോലും വേണ്ടെന്നാണ് സേതു പറയുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പല്ലവി അവിടെ വന്ന് നിൽക്കുന്നു. പല്ലവി സേതുവിനെ കണ്ടു, സേതു പല്ലവിയെ കണ്ടു. ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പല്ലവി ഇതാരും പല്ലവിയോ എന്ന് ചോദിച്ചു. ഞങ്ങളിതേ നിന്റെ കണക്ക് കൂട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ പല്ലവി വന്നതെന്ന് മിത്രേട്ടൻ പറയാം കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. പല്ലവി ഓടി അടുത്തേക്ക് കയറി ചെന്നു. ഒരു നാണത്തോടെയൊക്കെ ചെല്ലുന്നത്. എത്ര വലിയ കോടീശ്വരനായാലും എൻ്റെ ഫോണൊന്നും എടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആകെ ടെൻഷനാകുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു പല്ലവി, ഞാനേ കുറച്ച് ടെൻഷനില്ല, അതുകൊണ്ട് ഞാൻ പല്ലവിയുടെ ഫോണൊന്നും എടുക്കാത്തെ, അല്ലാതെ കോടീശ്വരനായിട്ടോ ഭീകരനായിട്ടോ ഒന്നും അല്ലെന്ന് പറഞ്ഞപ്പം എന്തിപ്പോൾ സേതുവിൻ്റെ ടെൻഷൻ, ഞാനും കൂടെ അതൊന്നും അറിയട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പണം വരുമ്പോൾ ടെൻഷനും പുറകെ വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇനി അത് വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നു പല്ലവി, താൻ വളരെ പഠിപ്പും വിവരമൊക്കെയുള്ള പെണ്ണല്ലേ, ഈ മിത്രേട്ടനും ഹരിയൊക്കെ പറയുന്നത് കേട്ടോ ഓരോന്നും ഇങ്ങനെ ചുമ്മാ പറയരുതെന്ന് സേതു പല്ലവിയോട് പറയാം. എൻ്റെ അച്ഛൻ മാധവമേനോൻ എഴുതി വെച്ച സ്വത്തിൻ്റെ പിന്നാലെ ഞാൻ ഒരിക്കലും പോകില്ല. അങ്ങനെ പോയാൽ പിന്നെ ഞാനെന്ന വ്യക്തി ഇല്ല. അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചപ്പോൾ കുറേ നിബന്ധനകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ, അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് നിബന്ധനകളാണെന്ന് ചോദിച്ചു. അപ്പോൾ അതാടാ ഹരി, നീ അത് പറഞ്ഞു കൊടുത്തില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാളുടെ ആ ഒരു വലിയ കെണിയിൽ ചെന്ന് വീണു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് നമ്മുടെ സേതു പറയാം. പിന്നെ തലതിരിഞ്ഞ 3 പെൺപിള്ളേരുണ്ടല്ലോ, അവരെയൊക്കെ ഒരു വലിയേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം കഴിപ്പിച്ചു വിടണം. ഇതൊന്നും സേതുവിനെ സംബന്ധിച്ച് നടപടിയെന്ന കാര്യമല്ലെന്ന് പറഞ്ഞപ്പോൾ ഇത് നിബന്ധനകൾ മാത്രമല്ല, ഒരച്ഛൻ്റെ ആഗ്രഹങ്ങളാണ്, അതൊരിക്കലും സേതുവേട്ടൻ തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞു പല്ലവി. സേതുവേട്ടൻ പൊന്നുവടത്തിലേക്ക് പോകണം, എന്നിട്ട് അച്ഛൻ്റെ ആഗ്രഹം പോലെ അനിയത്തിമാരുടെ വലിയേട്ടനായി അവിടെ താമസമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവിയെ സേതു ഇങ്ങനെ നോക്കൂ കേട്ടോ. സോറി പല്ലവി, അത് സ്വപ്നത്തിൽ പോലും സംഭവിക്കാത്ത കാര്യമാണെന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. സ്വത്ത് കാണുമ്പോൾ അഭിമാനം പണയം വെക്കുന്നവനല്ല ഈ സേതുമാധവൻ എന്ന് പറഞ്ഞപ്പോൾ സ്വത്തുക്കൾ വേണ്ട എന്ന് വെക്കാം, പക്ഷെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്ന് നമ്മുടെ പല്ലവി പറയാം. പൊന്നുമടത്തിൽ താമസിക്കുന്നത് സേതുവേട്ടൻ്റെ അനിയത്തിമാരാ, അത് മറന്നു പോകരുതെന്ന് പറഞ്ഞു. രക്തബന്ധം അതങ്ങനെ തേച്ചാലും അയച്ചാലൊന്നും പോവില്ല സേതുവേട്ടാന്ന് പറഞ്ഞപ്പോൾ സേതുവിന് ആ ഒരു കാര്യം മനസ്സിലാവുകയാണ്. സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ പല്ലവി ചേച്ചി പറഞ്ഞതുപോലെ സേതുവേട്ടൻ പൊന്നുമടത്തിൽ തന്നെ പോകണം, അത് അതിൻ്റെതായ ഒരു ശരിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിയും പറഞ്ഞു. അപ്പോൾ സേതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക. രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മുടെ സേതു, ഇനി ഒന്നും വിട്ടുകൊടുക്കാൻ നമ്മുടെ സേതു തയ്യാറല്ല. ഈ സമയത്ത് അവിടെ പൊന്നുമടത്തിൽ 3 പെണ്ണുങ്ങളും കൂടി നിന്ന് സംസാരിക്കുന്നു. ഋതുവാണ് മുൻനിരയിൽ സംസാരിക്കാനായിട്ട്. എന്നാലും അച്ഛന് നമ്മളെക്കാൾ സ്നേഹം ആ സേതുവിനോടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പം ദേഷ്യം കൊണ്ട് തല പെരുക്കുക എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഋതു. എല്ലാം കൂടി ഏതെങ്കിലും അനാഥാലയത്തിൽ എഴുതി വെച്ചിരുന്നെങ്കിലും എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു എന്നൊക്കെ ഋതു. ഇതാ വൃത്തികെട്ടവൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഛേ, മണ്ടത്തരമായിപ്പോയി അച്ഛൻ കാണിച്ചതെന്നൊക്കെ ഋതു പറഞ്ഞപ്പം നിനക്ക് ഇത്രയും ദേഷ്യം വരാനും മാത്രം സ്വത്ത് മൊത്തത്തിലൊന്നും എഴുതി കൊടുത്തിട്ടില്ലല്ലോ, 45% അല്ലേ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് അച്ചു പറഞ്ഞപ്പോൾ അതെ അത്രേ ഉള്ളൂ, പക്ഷേ ബാക്കി സ്വത്തിൻ്റെ മേലും അയാൾക്ക് അവകാശം വെച്ചിരിക്കുകയല്ലേ എന്നും ഋതു ചോദിക്കുക. സ്വാതി ഒന്നും മിണ്ടുന്നില്ല. ഇനി പൊന്നുമടം ഗ്രൂപ്പ് എന്തെങ്കിലും ബിസിനസ് ഗ്രൂപ്പിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളുടെ സമ്മതം വാങ്ങണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ വലിയേട്ടൻ ഒന്നിനും എതിരെ നിൽക്കില്ല, അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ അച്ചു പറഞ്ഞു, ദേ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ, അയാളെ നീ വലിയേട്ടൻ വിളിക്കരുതെന്ന്, എനിക്കത് ഇഷ്ടമല്ലാന്ന്. അത് കേട്ടപ്പം എനിക്കും ഇഷ്ടമല്ലെന്ന് സ്വാതിയും അച്ചുവിനോട് പറഞ്ഞു. പക്ഷെ അച്ചു അത് വിളിക്കും. ചേച്ചി, ഇനി കമ്പനിയുടെയും ടെക്സ്റ്റൈൽസിൻ്റെയും പേപ്പറിൽ സേതുമാധവൻ ഒപ്പ് വയ്ക്കണോ എന്ന് ചോദിച്ചപ്പം എല്ലാത്തിനും വെക്കണം, അതല്ലേ എനിക്ക് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞ് ഋതു പറയുമ്പോൾ അല്ല അയാളെ ഒഴിവാക്കാൻ ഒരു വകുപ്പും ഇല്ലേന്ന് ചോദിച്ചു സ്വാതി. അപ്പം അതൊന്നും എനിക്കറിയില്ല സ്വാതി, വക്കീലിനോട് ചോദിച്ചാലേ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അച്ചു ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. എന്തായാലും ചേച്ചി പ്രതാപനങ്ങളിനെയും കൂട്ടി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ പോയി കാണാൻ പറഞ്ഞു. വിൽപ്പത്രത്തിൽ നിന്നും അയാളെ ഒഴിവാക്കിയ സ്വത്തുക്കൾ നമ്മുടെ പേരിൽ മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്ന് സ്വാതി പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പോയതിനേക്കാളും വലിയ കാര്യമാണ് മോളെ സ്വത്തുക്കളെന്ന് അച്ചു ഇങ്ങനെ സ്വാതിയോട് ചോദിച്ചു. വേണ്ട ഋതു, അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം മകൻ്റെ പേര് വിൽപ്പത്രത്തിൽ എഴുതി വെച്ചതല്ലേ, അതിനി വെട്ടിമാറ്റാൻ നമ്മളായിട്ട് ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പോയപ്പോൾ അച്ഛൻ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സേതുമാധവൻ ഒരു തടസ്സമാണ്, ആ തടസ്സം വെട്ടി നീക്കിയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു അവിടെ ഇരിക്കുക.
ഋതു അങ്ങനെ പ്ലാനുകളും പദ്ധതികളും ഒരുക്കിക്കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ സമയത്ത് പ്രതാപനും അതുപോലെ ഋതുവും കൂടി അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. സ്വത്തുക്കൾ മുഴുവൻ അവൻ്റെ പേരിലും കൂടെ എഴുതി വെച്ചു എന്ന് കരുതി അവൻ ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം കഴിയരുത്, അവകാശങ്ങളെല്ലാം എൻ്റെയും അച്ചുവിൻ്റെയും സ്വാതിയുടെയും മാത്രം പേരിലായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അയാളുടെ ഒപ്പിന് വേണ്ടി അയാളുടെ കയ്യും കാലും പിടിക്കേണ്ട അവസ്ഥയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണെന്ന് ഋതു പറയുമ്പോൾ ശരിയാ മോളെ, അവകാശങ്ങളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാത്രമാകും. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വക്കീലിനെ കാണാമെന്ന് ഞാൻ പറഞ്ഞു തന്നു പ്രതാപൻ പറയുക. എന്നാലും അച്ഛൻ കാണിച്ചത് വല്ലാത്തൊരു ബുദ്ധിമോശമായി പോയല്ലോ അങ്കിളെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനോട് ഋതു പറയുന്നു. സ്വത്തിൻ്റെ ഒരു വീതം കൊടുത്താലും സാരമില്ലായിരുന്നു, ഇത് അയാൾ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കി വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അളിയൻ എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് പ്രതാപം പറയുമ്പം എന്നാലും ലോകത്ത് ആരും എഴുതാത്തൊരു വിൽപ്പത്രമായിപ്പോയെന്ന് ഋതു. മോളെ എന്ത് തന്നെ എഴുതി വെച്ചെന്നൊക്കെ പറഞ്ഞാലും അത് നിയമപരമായി ഒഴിവാക്കാനുള്ള ഒരു പഴുത് എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടാകുമെന്ന് ഋതുവിനോട് ഇയാൾ പറയാം. അത് നമുക്ക് വക്കീൽ പറഞ്ഞു തരുമെന്നും പറഞ്ഞു തന്നാൽ മാത്രം പോരാ, അയാൾ കയറി വരാനുള്ള സാധ്യതയുണ്ട്, അതും ഇല്ലാണ്ടാക്കണമെന്ന് പറഞ്ഞു. ശരി മോളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഇവരെങ്ങനെ നിൽക്കുക. അപ്പം തന്നെ പ്രതാപൻ്റെ ഫോണിലേക്ക് വക്കീൽ വിളിച്ചു അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവർ വക്കീലിൻ്റെ അരികിൽ ചെന്നു. അപ്പോൾ വക്കീലിനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിൽ മുൻകൂട്ടി കണ്ടതിന് ശേഷമാണ് ഇതൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഈ വക്കീൽ ഋതുവിനോട്. അപ്പോൾ എന്തായാലും ഈ വിൽപത്രം കാരണം പൊല്ലാപ്പലായിരിക്കുന്നത് ഇവരാണെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇനിയിപ്പോൾ സേതുവിൻ്റെ സൈനില്ലാതെ ക്യാഷ് ട്രാൻസ്ഫർ നടത്താനോ അല്ലെങ്കിൽ കമ്പനി കാര്യങ്ങൾ ഒരു തീരുമാനം നടത്താനോ ഒന്നിനും ഇവർക്ക് കഴിയില്ല എന്നും പ്രതാപൻ വക്കീലിനോട് പറയണം. ഇതിൽ പറയുന്ന സേതുമാധവനോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം സൈൻ ചെയ്ത് തരുന്ന ആളല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല സാർ, അയാൾക്ക് അമ്മയോടും ഞങ്ങളോടും ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അയാൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഋതു പറയാം. അതുമാത്രമല്ല കയ്യിലേക്ക് വന്ന അവകാശങ്ങൾ വെച്ച് മാക്സിമം നമ്മളെ കുഴപ്പിക്കാൻ മാത്രമേ അയാൾ നോക്കൂ. സേതു അങ്ങനെ ഒരു കുഴപ്പക്കാരനാണെങ്കിൽ മാധവ മേനോൻ അവകാശങ്ങൾ സേതുവിൻ്റെ പേരിൽ കൂടി എഴുതി വെക്കുമോ എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ ഋതു ഞെട്ടി. വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഋതുവിൻ്റെ നാവിറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സേതുവിനെ അവസാനിപ്പിക്കാൻ വേണ്ടി സേതുവിൻ്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ വേണ്ടി പോയതാണ് ഋതു. പക്ഷേ വക്കീലിൻ്റെ നാവിൽ നിന്ന് വീണ സത്യങ്ങൾ കേട്ട് തല കുമ്പിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഋതുവിന് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ കഥ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും ടാറ്റാ.